നന്ദന, ദയവ് ചെയ്ത് ഈ വീട് വിൽക്കരുത് പ്ലീസ്. വീട് വിൽക്കരുതെന്നോ? ഇതൊക്കെ പറയാൻ നീ ആരാ? എന്റെ വീട് ഞാൻ വിൽക്കും, ചിലപ്പോ ബോംബ് വെച്ച് തകർക്കും. ഇതൊക്കെ പറയാൻ നിനക്കെന്താ അവകാശം? നിനക്ക് ഭർത്താവിനെ വേണോ അച്ഛനെ വേണോ എന്ന് ചോദിച്ചപ്പോ ഭർത്താവിനെ വേണ്ട അച്ഛനെ മതിയെന്ന്. ഏത് പുരുഷനാ ഇതൊക്കെ സഹിക്ക? നന്ദു, അതാ ഞാൻ പറഞ്ഞേ, ഒരു കാരണവശാലും രാജു അവൾക്ക് മാപ്പ് കൊടുക്കില്ലെന്ന്. ദീപു, ഇവൻ കോടീശ്വരനായി തിരികെ വന്ന കാര്യമൊന്നും ഋതികയോ വല്യമ്മാവനോ നമ്മുടെ വീട്ടിലെ മറ്റാരും അറിയാൻ പാടില്ല. ഞാനാരോടും പറയില്ല. ഹലോ, നന്ദന മേഡം അല്ലേ? അതെ, ആരാ വിളിക്കുന്നേ? എന്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ലായിരുന്നോ? ഞാനേ വസ്തു ബ്രോക്കർ രാമകൃഷ്ണനാ വിളിക്കുന്നേ. ആ, രാമകൃഷ്ണനോ? പറയ. വീട് വാങ്ങാനേ ഒരു ഉഗ്രം പാർട്ടി വന്നിട്ടുണ്ട്. ഞാൻ വില അല്പം കയറ്റി വെച്ചിട്ടുണ്ട്. വെരി ഗുഡ്. പിന്നെ എനിക്ക് കമ്മീഷൻ കൂടുതൽ തരണം. അതൊക്കെ തരാം. താമേക ആളെയും കൊണ്ട് വാ. ദേ, ഉടനെ ഞാനങ്ങ് വന്നേക്കാം. വീട് വിറ്റ് രാജു ഇല്ലാത്ത സ്ഥലത്തേക്ക് എല്ലാത്തിനെയും മാറ്റിയില്ലെങ്കിലേ സംഗതി അപകടമാ. ദീപു വാ. അപ്പോ സാറിന് വീട് ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളും വലിയ വീടാ, എല്ലാ സൗകര്യമുണ്ട്. രാമകൃഷ്ണൻ അങ്ങനെയാ, ആരെയും പറ്റിക്കില്ല. കൊല്ലം 10-20 ഈ ഫീൽഡിൽ ഇറങ്ങിയിട്ട്. സത്യസന്ധതയാ എന്റെ മൂലധനം. നഗരത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്രയും സൗകര്യങ്ങളുള്ള വസ്തുവും വീടും വേറെ ഉണ്ടാവില്ല. വാസ്തുപ്രകാരം നിർമ്മിച്ച വീടാ. ചുറ്റും പച്ചപ്പ്, കുടിക്കാൻ നല്ല 1-ാം തരം കിണർ വെള്ളം, പൈപ്പ് കണക്ഷൻ വേറെ ഉണ്ട്. എന്നാലും കിണറ്റിലെ നീരുറവയിൽ നിന്ന് വരുന്ന കണ്ണീര് പോലത്തെ വെള്ളം കുടിക്കാനുള്ള ഭാഗ്യം ഇപ്പൊ അങ്ങനെ ആർക്കും കിട്ടാറില്ല, പ്രത്യേകിച്ച് നഗരങ്ങളിലെ വീടുകളിൽ. പക്ഷേ അത് ഈ വീട്ടിൽ കിട്ടും. അതാണ് ഇവിടത്തെ ഒരു ഹൈലൈറ്റ്. ഈ വീടിന് എത്ര കാലത്തെ പഴക്കം വരും? ഒരു 18. അധിക കാലമൊന്നും ആയിട്ടില്ല. ഇനി ഒരു 100 വർഷം സുഖമായിട്ട് ജീവിക്കാം. വീട് മാത്രല്ല, ഇവിടുത്തെ ഫർണിച്ചേഴ്സും ഞങ്ങൾക്ക് വേണം. അതിനെന്താ സംശയം, അല്ലേ മാഡം? അതെ, വീടും ഇതിലെ സാധനങ്ങളും ഉൾപ്പെടെയാ കച്ചവടം ചെയ്യുന്നേ. ഇവളിതെന്തിന്റെ പുറപ്പാടാ ഈശ്വര? എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശാപാ ഇവളെ മരുമകളായി കിട്ടിയത്. അപ്പോ മാഡം, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇവർക്ക് അല്പം തിരക്കുണ്ട്. ദീപു, എഗ്രിമെന്റ് എടുക്ക. നിങ്ങൾ വായിച്ചു നോക്കി സൈൻ ചെയ്. നന്ദന, ഒന്ന് വരൂ. എന്താടി നീ ഇന്നെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? കാര്യം പറടി. നന്ദന, ദയവ് ചെയ്ത് ഈ വീട് വിൽക്കരുത് പ്ലീസ്. വീട് വിൽക്കരുതെന്നോ? ഇതൊക്കെ പറയാൻ നീ ആരാ? എന്റെ വീട് ഞാൻ വിൽക്കും, ചിലപ്പോ ബോംബ് വെച്ച് തകർക്കും. ഇതൊക്കെ പറയാൻ നിനക്കെന്താ അവകാശം? നന്ദന പ്ലീസ്. നന്ദന, നീ കരഞ്ഞോ? നിന്റെ കരച്ചില് കാണുന്നത് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യം. ഇപ്പൊ നീ കരഞ്ഞ സ്ഥിതിക്ക് നിന്റെ കരച്ചില് കാണാൻ വേണ്ടി ഞാൻ ഈ വീട് വിൽക്കും. അത് ഉറപ്പാ. എങ്ങനെ ഈ വീട് നിന്റെ കയ്യിൽ വന്നേന്ന് നീ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അറിയാടി, അതും അറിയാം. എന്റെ കൈകളിലേക്ക് ഞാൻ വിചാരിച്ചതുപോലെ അറിയാതെ വന്നതാ. അതിന് കാലത്തിന്റെ പകരം വീട്ടിലെന്നും പറയും. മനസ്സിലായോ നിനക്ക്? അതായത് എന്റെ കൈകളിലേക്ക് ഈ വീട് വരേണ്ടത് തന്നെയാണെന്നും ഇതുപോലെ വിറ്റു പോവേണ്ടതാണെന്നും. ഈ വീട്ടിലേക്ക് ഒരു ഫ്രോഡിന്റെ ഭാര്യയായിട്ട് ഞാൻ കയറി വന്നതേ 3 പേരെ തകർക്കാനാ. അതിലാദ്യത്തേത്
നിന്റെ ഭർത്താവായിരുന്ന രാജു. അവനെ ഞാൻ നിന്നിൽ നിന്നും അകറ്റി പറത്തി വിടുകയും ചെയ്തു. പിന്നെ നീയും നിന്റെ അച്ഛന്, എന്റെ അച്ഛന്റെ ആജന്മ ശത്രുക്കൾ. നിങ്ങളെ രണ്ടുപേരെയും കൊല്ലാനൊന്നും എനിക്കൊരു ഉദ്ദേശവുമില്ല. ഇതുപോലെ ഇഞ്ചി ഇഞ്ചായി ഉരുക്കി പതുക്കെ പതുക്കെ ആത്മഹത്യയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കണം. അതിനു വേണ്ടി തന്നെയാ ഞാനിതെല്ലാം ചെയ്യുന്നത്. മാറി നിക്കടി. എനിക്ക് അഗ്രിമെന്റ് സൈൻ ചെയ്യണം. നന്ദന, എന്റെ വീട്, ഞാൻ ജനിച്ചു വളർന്ന വീട്, എന്റെ രാജു ഉണ്ടായിരുന്ന വീട്. മോളെ നന്ദനെ, ഇനി നമ്മളെല്ലാവരും മോളുടെ ബംഗ്ലാവിലല്ലേ താമസിക്കാൻ പോകുന്നേ? അല്ല, ഇപ്പൊ ഞാനും ദീപവും മാത്രമേ ബംഗ്ലോറിലേക്ക് പോകുന്നുള്ളൂ. അവിടെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും കൂടി താമസിക്കാനുള്ള സൗകര്യം അവിടെ ഇപ്പൊ ഇല്ല. എന്ന് കരുതി വിഷമിക്കണ്ട. കാരണം വീട് വാങ്ങിയവര് ചെറിയൊരു ഔദാര്യം ചെയ്തിട്ടുണ്ട്. പുതിയൊരു വാടക വീട് ശരിയാവുന്നത് വരെ ഇവിടുത്തെ ഔട്ട് ഹൗസിൽ താമസിച്ചോളാൻ അവരനുവാദം തന്നിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം എല്ലാവർക്കും അങ്ങോട്ട് പോവാ. ഹലോ. ആ, എടാ, പ്രതാപൻ ഇവിടെ ഇല്ലാത്തത് നന്നായി. ഓ, അല്ലെങ്കിൽ അവന്റെ ചങ്ക് തകർന്നു പോയേനെ. എടാ, പ്രതാപൻ ഇത്രയും വലിയ വീട്ടിൽ താമസിച്ചിട്ട് എങ്ങനെയാ ഔട്ട് ഹൗസിൽ പോയി താമസിക്കുന്നേ? നീ അവളോട് ചെന്ന് പറ, എല്ലാവർക്കും കൂടി ബംഗ്ലാവിൽ പോയി താമസിക്കാന്ന്. അമ്മേ, നന്ദു പറഞ്ഞ കേട്ടില്ലേ? അവിടെ പണി നടക്കുവന്ന്. എടാ, അതൊക്കെ നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി അവളുടെ ഓരോ അടവാ. നീ ഒന്ന് ചെന്ന് പറയേ. എനിക്കൊന്നും പറ്റില്ല. അമ്മ ചെന്ന് പറ. അമ്മയിലെല്ലാം വരുത്തി വെച്ചത്. അവളുടെ ഭർത്താവെന്ന് പറഞ്ഞ് നടക്കുന്നു. എനിക്കല്ല അതിന്റെ ബുദ്ധിമുട്ടറിയോ? ഞാനൊന്ന് ജീവിച്ചു പോയിക്കോട്ടെ. അമ്മയും മോനും കൂടി എന്താ ഒരു രഹസ്യം പറച്ചില്? അല്ല മോളെ, പ്രതാപൻ ഇത്രയും വലിയൊരു വീട്ടിൽ താമസിച്ചിട്ട് പെട്ടെന്ന് ഔട്ട് ഹൗസിലേക്ക് മാറുകയെന്ന് വെച്ചാ. വല്യമാവൻ കാരണം എന്റെ അച്ഛൻ ജയിലില് ഒരു മുറിക്കുള്ളിലാ കിടക്കുന്നത്. അത് വെച്ച് നോക്കുമ്പോ ഔട്ട് ഹൗസ് കൊട്ടാരമല്ലേ?